CPM നിയന്ത്രണത്തിലുള്ള കണ്ണൂർ സിറ്റി മത്സ്യത്തൊഴിലാളി വികസന ക്ഷേമ സഹകരണ സംഘത്തിൽ ലക്ഷക്കണക്കിന് രൂപയുടെ സാമ്പത്തിക തട്ടിപ്പ് നടന്നതായി പരാതി. സൊസൈറ്റി അംഗങ്ങളുടെ പേരിൽ അവരറിയാതെ ലക്ഷക്കണക്കിന് രൂപയാണ് ലോൺ എടുത്തതായി കാണിച്ച് തട്ടിപ്പ് നടത്തിയിരിക്കുന്നത്. മിഥുൻ പിള്ള ചേരുന്നു. മിഥുൻ, ഈ സഹകരണ തട്ടിപ്പുമായി ബന്ധപ്പെട്ട വിശദാംശങ്ങൾ. രോഹിണി, ഇത് ആദ്യമായല്ല കണ്ണൂർ ജില്ലയിൽ ഈ CPM ഭരിക്കുന്ന സഹകരണ സംഘങ്ങളിൽ തട്ടിപ്പ് നടക്കുന്നത്. കഴിഞ്ഞ ദിവസങ്ങളിൽ നമ്മൾ ചക്കരക്കല്ലിലെ കോൺഗ്രസ് ഭരിക്കുന്ന സൊസൈറ്റിയിലെ തട്ടിപ്പുമായി ബന്ധപ്പെട്ട വാർത്തകൾ പുറത്തുവിട്ടിരുന്നു. അതിന് തൊട്ടു പിന്നാലെയാണ് ഇപ്പോൾ ഈ ഒരു തട്ടിപ്പും കൂടി പുറത്തു വന്നിരിക്കുന്നത്. CPM നിയന്ത്രണത്തിലുള്ള കണ്ണൂർ സിറ്റി മത്സ്യത്തൊഴിലാളി വികസന ക്ഷേമ സഹകരണ സംഘത്തിലാണ് ഇത്തരത്തിൽ ലക്ഷക്കണക്കിന് രൂപയുടെ തട്ടിപ്പ് നടന്നിരിക്കുന്നത്. ഈ തട്ടിപ്പ് മറ്റിടങ്ങളിലൊക്കെ നിക്ഷേപിച്ച തുക കാണാതാവുന്ന ഒരു സാഹചര്യമായിരുന്നെങ്കിൽ ഈ ഒരു സൊസൈറ്റിയിൽ ഉണ്ടായിരിക്കുന്ന തട്ടിപ്പ് എന്ന് പറയുന്നത് അവിടെയുള്ള അംഗങ്ങൾ, അതായത് ഈ സൊസൈറ്റിയിലെ അംഗങ്ങളുടെ പേരിൽ അവരറിയാതെ ലോണുകൾ എടുത്ത് വലിയ തട്ടിപ്പ് നടത്തി എന്നുള്ള വിവരം തന്നെയാണ് പുറത്തു വരുന്നത്. അതായത് സഹകരണ വകുപ്പിന്റെ ഓഡിറ്റ് വിഭാഗത്തിൽ നിന്ന് ഈ അംഗങ്ങൾക്ക് നോട്ടീസ് ലഭിച്ചപ്പോഴാണ് തങ്ങളുടെ പേരിൽ ഇത്തരത്തിൽ ലക്ഷക്കണക്കിന് രൂപയുടെ ലോൺ ഇവരെടുത്തിട്ടുണ്ട് എന്നൊരു വിവരം പുറത്തു വന്നത്. അതായത് വ്യാജ ഒപ്പിട്ടുകൊണ്ടാണ് ഇത്തരത്തിൽ ലക്ഷക്കണക്കിന് രൂപയുടെ തിരിമറി നടത്തിയിരിക്കുന്നത്. ഈ സൊസൈറ്റിയുടെ സെക്രട്ടറിയുടെ നേതൃത്വത്തിലാണ് ഈ തട്ടിപ്പ് മുഴുവൻ നടത്തിയിരിക്കുന്നത് എന്നാണ് ഈ സൊസൈറ്റിയിലെ അംഗങ്ങൾ ഒന്നടങ്കം ആരോപിക്കുന്ന ഒരു സാഹചര്യമുള്ളത്. അതായത് പലർക്കും ഈ സഹകരണ സംഘത്തിന്റെ സഹകരണ വകുപ്പിന്റെ ഓഡിറ്റ് വിഭാഗത്തിൽ നിന്ന് നോട്ടീസ് ലഭിച്ചപ്പോഴാണ് പലരുടെയും പേരിൽ 2 ലക്ഷവും 3 ലക്ഷവും 4 ലക്ഷവും ഒക്കെ തന്നെ ലോൺ എടുത്തതായുള്ള വിവരങ്ങൾ പുറത്തു വന്നിരിക്കുന്നത്. ഏതായാലും ശക്തമായ പ്രതിഷേധവുമായി ഈ സൊസൈറ്റിയിലെ അംഗങ്ങൾ ഒന്നടങ്കം രംഗത്ത് വരുന്നൊരു സാഹചര്യമാണ് നമ്മൾ കണ്ടത്. കാരണം ഈ തട്ടിപ്പ് അനുവദിച്ചു കൊടുക്കാനാകില്ല എന്നൊരു നിലപാട് തന്നെയാണ് അവർക്കുള്ളത്. അവർ പോലീസിൽ പരാതി കൊടുത്തിട്ടുണ്ട്. എന്നാൽ പോലീസ് പറയുന്നത് പെട്ടെന്ന് കേസെടുക്കാൻ സാധിക്കില്ല, അല്ലെങ്കിൽ എല്ലാവരും ഈ തട്ടിപ്പിനിരയായ ആളുകളും ഒന്നടങ്കം പരാതി കൊടുത്തു കഴിഞ്ഞാൽ അതൊരൊറ്റ പരാതിയായിട്ട് അന്വേഷിക്കാനുള്ളൊരു തീരുമാനത്തിലാണ് പോലീസ് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കുന്നത്. അതായത് ഈ പലർക്കും ഒരാൾക്ക് മാത്രമല്ല നിരവധി പേർക്ക് ഇത്തരത്തിൽ അവർ ലോൺ എടുത്തതായി കാണിച്ചുള്ള നോട്ടീസ് സഹകരണ വകുപ്പിൽ നിന്ന് ലഭിച്ചിട്ടുണ്ട്. അത് കിട്ടിയതിനു ശേഷം ഈ സൊസൈറ്റിയിലെത്തിയ ആളുകൾ അന്വേഷിച്ചപ്പോഴാണ് തങ്ങളുടെ പേരിൽ പല പേരുകൾ പറഞ്ഞുകൊണ്ടാണ് മീൻപിടുത്തത്തിനുള്ള ബോട്ട് വാങ്ങാൻ, വല വാങ്ങാനും ഒക്കെയായി കാണിച്ചുകൊണ്ടാണ് ഇത്തരത്തിൽ ലക്ഷക്കണക്കിന് രൂപയുടെ ലോണുകൾ അവരുടെ പേരിലൊക്കെ തന്നെ എടുത്തിരിക്കുന്നത്. ഈ തട്ടിപ്പ് അംഗങ്ങൾ ഒന്നും അറിഞ്ഞിട്ടില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. സാധാരണഗതിയിൽ കണ്ണൂർ ജില്ലയിലെ പല സഹകരണ സൊസൈറ്റികളിൽ നടന്ന തട്ടിപ്പ് ഈ നിക്ഷേപർ ബാങ്കിൽ നിക്ഷേപിച്ച പണം എടുത്ത് സൊസൈറ്റി സെക്രട്ടറിയും അല്ലെങ്കിൽ പ്രസിഡന്റും ഒക്കെ തന്നെ ദുരുപയോഗം ചെയ്യുന്ന ഒരു സാഹചര്യമാണ് കണ്ടിട്ടുള്ളത്. എന്നാൽ ഇവിടെ നേരെ തിരിച്ചാണ്. ഇവിടെ ഉണ്ടായിരിക്കുന്നത് അംഗങ്ങൾ അറിയാതെ അവരുടെ പേരിൽ ലോണുകൾ എടുത്ത് ആ ലോൺ കൊണ്ട് സെക്രട്ടറിയും മറ്റ് ആളുകളും പല ദുരുപയോഗങ്ങളും നടത്തി എന്നുള്ളതാണ്. ഏതായാലും ഈ സെക്രട്ടറിക്കെതിരെ ശക്തമായ നടപടി വേണമെന്നൊരു ആവശ്യം തന്നെയാണ് സൊസൈറ്റിയിലെ അംഗങ്ങൾ ഇപ്പോൾ ഉന്നയിക്കുന്നത്. നിയമ നടപടി, അതായത് തങ്ങളുടെ പേരിൽ ഇല്ലാത്ത ലോണുകൾ തങ്ങളുടെ പേരിൽ ചാർത്തി തന്നുകൊണ്ട് തങ്ങളെ പ്രതിസന്ധിയിലാക്കുന്ന ഒരു നിലപാട് അത് അംഗീകരിക്കാൻ കഴിയില്ല. കൃത്യമായും തങ്ങളുടെ പേരിൽ തട്ടിപ്പ് നടത്തിയ ആളുകൾക്കെതിരെ ശക്തമായ നടപടി വേണമെന്ന ആവശ്യം തന്നെയാണ് ഈ അംഗങ്ങൾ ഓരോരുത്തരും മുന്നോട്ട് വെക്കുന്നത്. രോഹിണി. ശരി മിഥുൻ, കണ്ണൂരിലെ സിറ്റി മത്സ്യത്തൊഴിലാളി സഹകരണ ക്ഷേമ സഹകരണ സംഘത്തിലാണ് ഇത്തരത്തിലുള്ള വലിയ തട്ടിപ്പ് കണ്ടെത്തിയിരിക്കുന്നത്. മിഥുൻ പിള്ളയാണ് വിവരങ്ങൾ നൽകിയത്.